ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ച് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സാധാരണ അയ്യപ്പന്മാർക്ക് സംഗമം കൊണ്ട് എന്ത് ഗുണമാണുള്ളതെന്ന് നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ ചോദിച്ചു. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉടൻ പിൻവലിക്കണം. യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് തിരുത്തണമെന്നും MRS വർമ്മ പറഞ്ഞു. ഈ ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഉടൻ തന്നെ പിൻവലിക്കണമെന്നാണ് പറയാനുള്ളത്. 2018 സുപ്രീം കോടതി വിധിയിൽ സർക്കാരും ദേവസ്വം ബോർഡും സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ അഫിഡാവിറ്റ് കൊടുത്ത് ഭക്തജന സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കണമെന്നാണ് പന്തളത്ത് കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, RSS BJP നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമല്ല ഇപ്പോൾ പന്തളം കൊട്ടാരം ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്? സ്വാതി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതിൽ നിലവിൽ പന്തളം കൊട്ടാര നിർവാഹക സംഘം മുന്നോട്ട് വെക്കുന്ന ചില ആവശ്യങ്ങൾ, അതായത് 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിൽ അതിൽ പങ്കെടുത്ത പ്രക്ഷോഭകാരികൾക്ക് മേൽ ചുമത്തിയ കേസുകളെല്ലാം തന്നെ അതെല്ലാം പിൻവലിക്കണമെന്നും ആ ഘട്ടത്തിൽ ഉണ്ടായ നിലപാട് പോലെ ആകരുത് സർക്കാർ നിലപാടുമെന്നൊക്കെയാണ് നിർവാഹക സംഘം നിലവിൽ പറയുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ സർക്കാരിന്റെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് തിരുത്തണമെന്നും ഈ നിർവാഹക സംഘം പറയുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണക്കാരായ അയ്യപ്പന്മാർക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നാണ് ഈ നിർവാഹക സംഘം പറയാൻ ശ്രമിക്കുന്നത്. എന്തായാലും പൂർണ്ണമായും RSSന്റെ നിലപാടിനോട് യോജിച്ച നിലപാട് തന്നെയാണ് നിലവിൽ സംഘവും എടുത്തിരിക്കുന്നത്. അതായത് ഈ അയ്യപ്പ ഭക്തരുടെ, ഈ സംഘം പറയുന്നത് അയ്യപ്പ ഭക്തരുടെ നിലപാടുകൾ കേട്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട് വേണം ഈ അയ്യപ്പ സംഗമം നടത്താനെന്നും എങ്കിൽ മാത്രമേ അത് ഉദ്ദേശിക്കുന്ന ഗുണം, ഉദ്ദേശത്തിന്റെ ലക്ഷ്യം എത്തുകയുള്ളൂ എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെയാണ് എന്തായാലും നിലവിൽ ഇവർ ഉന്നയിക്കുന്നത്. ഇവർ മുന്നോട്ട് വെക്കുന്ന രണ്ടാവശ്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നിലപാട് പോലെ ആകരുത്. മറ്റൊന്ന്, സുപ്രീം കോടതിയിൽ ഈ നിലപാട് തിരുത്തണം, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് തിരുത്തണം. അതുപോലെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണക്കാരായ അയ്യപ്പ ഭക്തർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് ദേവസ്വം ബോർഡും സർക്കാരും വ്യക്തമാക്കണമെന്നുള്ള ആവശ്യങ്ങളാണ് നിലവിൽ ഇവർ മുന്നോട്ട് വെക്കുന്നത്. സ്വാതി. ശരി ശ്രീരാജ്.